ഇതു സാദാബാദ്. വിജ്ഞാന മാഹാത്മ്യങ്ങളുടെയും വിശ്വാസവിശുദ്ധിയുടെയും പൂർവപ്രതാപങ്ങൾ ഇവിടെ പുനരാവിഷ്കരിക്കപ്പെടുകയാണ്. മാലിക് ഇബ്നു ദീനാറിന്റെ അനുഗ്രഹ സാന്നിധ്യവും അനേകം പുണ്യാത്മാക്കളുടെ ആത്മീയ സാരഥ്യവും ഉത്തര മലബാറിനെ നന്മയുടെ നവോത്കർഷത്തിലേക്ക് നയിക്കുന്നു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അറിവും ആദർശവും പ്രചാരം നേടിയ ഈ ഭൂമികയിൽ ജാമിഅ സാദിയ ഒരു വിസ്മയമായി വളർന്നുയരുകയാണ്. സ്വച്ഛന്തമായൊഴുകുന്ന ചന്ദ്രഗിരി പുഴയുടെ ചാരത്ത് ചരിത്രത്തിന് ചാരുതയേകുന്ന ഈ മഹാദൗത്യം മുസ്ലിം നവോത്ഥാനത്തിന്റെ ആശ്രയ സ്രോതസ്സായി രൂപാന്തരപ്പെടുകയാണ്. ജീവിതം സത്യദീനിന് സമർപ്പിച്ച മർഹൂം കല്ലട്ര അബ്ദുൽ ഖാദർ ഹാജി തന്റെ വസതിയും വിശാലമായ ഭൂമിയും താജുൽ ഉലമ സയ്യിദ് അബ്ദുൽ റഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ തങ്ങളെയും നൂറുൽ ഉലമ MA ഉസ്താദിനെയും കയ്യേൽപ്പിച്ചതോടെ മലബാറിലെ ഇസ്ലാമിക ചരിത്രത്തിൽ പുതിയൊരു മുഹൂർത്തം രചിക്കപ്പെടുകയായിരുന്നു. പ്രതികൂലതകൾ നിറഞ്ഞ പ്രാരംഭ നാളുകൾക്ക് ശേഷം ജാമിഅ സാദിയ അറബിയ എന്ന പേരിൽ വ്യവസ്ഥാപിത മുന്നേറ്റത്തിന് തിരിതെളിഞ്ഞതോടെ ഇസ്ലാമിക നവജാഗരണത്തിന്റെ വിസ്മയ പ്രവാഹത്തിന് മലയാള മണ്ണ് സാക്ഷിയാവുകയായിരുന്നു. സാത്വിക ശ്രേഷ്ഠരുടെ അനുഗ്രഹീത സാന്നിധ്യത്തിൽ പുതിയൊരു വിപ്ലവത്തിന് ചുവടുറപ്പിച്ചതോടെ സാദാബാദ് ചരിത്രത്തിൽ ഇടം നേടുകയായിരുന്നു. പുതിയ സന്ദേശങ്ങളും പുതിയ ആശയങ്ങളും ഈ കർമ്മഭൂമിയിൽ രൂപപ്പെട്ടു തുടങ്ങി. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന് അഭിമാനകരമായ സാമൂഹിക വ്യക്തിത്വം സമ്മാനിക്കുന്നതിനായിരുന്നു സാദിയയുടെ മുന്നേറ്റം. ഷൈഖുന നൂറുൽ ഉലമ MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഈ വിപ്ലവ ദൗത്യത്തിന്റെ ചാലക ശക്തിയാണീ മഹാവ്യക്തിത്വം. സാദിയയുടെ സംഭവബഹുലമായ വിജയ സംരംഭങ്ങൾ ഓരോന്നും വൈഭവത്തോടെ നിയന്ത്രിക്കുകയും നിർണയിക്കുകയും ചെയ്യുകയാണ് ഈ മഹാമനീഷി. പാണ്ഡിത്യത്തിന്റെ പൂർണ്ണതക്കൊപ്പം സാമൂഹ്യ ബോധത്തിന്റെ ഉദാത്ത പ്രതീകവുമായ ഷൈഖുന ചരിത്രത്തിന്റെ ശ്രദ്ധേയ സാന്നിധ്യമായി മാറിയിരിക്കുന്നു. സമസ്തയുടെയും സുന്നി യുവജന സംഘത്തിന്റെയും സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെയും സാരഥ്യം ഈ കരങ്ങളിൽ സമർപ്പിതമാണ്. ചിന്തകൾ ചൊല്ലിക്കുന്ന അക്ഷരങ്ങൾ, ആശയങ്ങൾ തളിർക്കുന്ന വാഗ്വിലാസം, കൃത്യതയും സൂക്ഷ്മതയുമുള്ള നിരീക്ഷണങ്ങൾ. MA ഉസ്താദിന്റെ വ്യക്തിത്വം ഇതിലെല്ലാം അപ്പുറമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ പുണ്യ സ്വഹാബാക്കളും ഉഹുദവിയായ പണ്ഡിതന്മാരും ആബിദീകളുമായിരിക്കുന്ന മഹാന്മാരാണ് കേരളത്തിലേക്ക് ഇസ്ലാമിൻ്റെ പ്രചരണാർത്ഥം വന്നെത്തിയത്. അവരുടെ നടപടിയും അവരുടെ സ്വഭാവവും കാരണമായി ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട സഹോദരന്മാർ അവർക്ക് പള്ളി ഉണ്ടാക്കാനും എടുപ്പുകളുണ്ടാക്കാനും സ്ഥാപനങ്ങളുണ്ടാക്കാനും സൗകര്യം ചെയ്തു കൊടുത്തു. മാത്രമല്ല സഹോദരിമാരെ വിശ്വസിപ്പിച്ചുകൊണ്ട് അവരെ ഇണതീർക്കാനുള്ള സൗകര്യം കൂടി ചെയ്തു കൊടുത്തു. അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ പ്രചരണം കേരളത്തിൽ ആരംഭിക്കുന്നത്. ആ അവസ്ഥ അത്തരം പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ സമുദായം സംഘടിച്ചുകൊണ്ട് ഏതാണ്ട് 18-ാം നൂറ്റാണ്ട് വരെ, അഥവാ പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും
ഇവിടെ കയ്യേറ്റം നടത്തുന്നത് വരെയും ഏകയോഗക്ഷേമമായി ആ നിലക്കാണ് കേരളം കഴിഞ്ഞുപോയത്. അവർ ഇവിടെ വന്നെത്തിയതോടുകൂടി സ്ഥിതി മാറ്റം വന്നു. ജനങ്ങൾ പല നിലക്കും പണ്ഡിത നേതൃത്വത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയും അതുകൊണ്ട് തന്നെ പിന്നോക്കാവസ്ഥയിലേക്ക് മുസ്ലിങ്ങൾ തള്ളി നീക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായി. മറ്റ് ഇതര സമുദായങ്ങളെപ്പോലെ മുന്നേറുന്ന വിഷയത്തിൽ ഭൗതികമായി അവർക്ക് കഴിവുണ്ടായില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം കണക്കിലെടുത്തുകൊണ്ട് ഈ അധമാവസ്ഥയിൽ നിന്ന് സമുദായത്തെ കരകയറ്റാൻ എന്തു വേണമെന്ന് ബഹുമാനപ്പെട്ട ഉലമാക്കൾ, വിശിഷ്യ സമസ്തകളുമായുള്ള പണ്ഡിതന്മാർ ചിന്തിക്കുകയും ആ ചിന്തയ്ക്ക് ഒരു മാർഗം മാത്രമേ ഉള്ളൂ, അഥവാ ഭൗതികവും മതവുമായ വിജ്ഞാനം, അതോടവസരം സ്വതന്ത്രമായി ജീവിക്കാനുള്ളയിരിക്കുന്ന തൊഴിൽശീലം, ഇതെല്ലാം ഒന്നിച്ച് ഒരേ സ്ഥലത്ത് വെച്ച് നൽകി സമുദായത്തെ ഉദ്ധരിക്കുക, ഇത് മാത്രമേ അതിന് മാർഗമുള്ളൂ എന്ന് കണ്ടുകൊണ്ടാണ് ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനുള്ള തീരുമാനം ഉണ്ടായത്. ആ തീരുമാനം ആദ്യമായി നടപ്പിലാക്കിയത് ഇന്ന് കാസർഗോഡും കണ്ണൂരുമായി വിഭജിച്ച അവിഭക്ത കണ്ണൂർ ജില്ല ആയിരുന്നു. കണ്ണൂർ ജില്ലയിൽ അത്തരം സ്ഥാപനങ്ങൾ 1971 മുതൽ ആരംഭിക്കുകയും അതിനിടയ്ക്ക് ഈ സ്ഥലം, അഥവാ ഇന്ന് ജാമിയ ഷഹദിയ ഉൾക്കൊള്ളുന്ന ഈ സ്ഥലം മഹാനായിരിക്കുന്ന മർഹൂം കല്ലട്ടർ അബ്ദുൽ ഖാദർ രാജ് സാഹിബ് വഖഫാക്കി ആലിമീങ്ങളായ ഞങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തു. ആ ഏൽപ്പിച്ചത് അനുസരിച്ച് ആണ് ഈ കാണുന്ന ജാമിയ ഷഹദിയ എന്ന മഹത്തായിരിക്കുന്ന ഈ സ്ഥാപനം നിങ്ങൾ കാണുന്നത്. അദ്ദേഹം ഏൽപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയിരുന്ന സയ്യിദിയ അറബിക് കോളേജ് എന്ന സ്ഥാപനമാണ്. അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ കാഞ്ഞങ്ങാടുള്ള നൂറ് മഹലിൽ ജില്ലാ കമ്മിറ്റി ഓടിക മദ്രസയും നടത്തിയിരുന്നു. ഈ രണ്ട് സ്ഥാപനവും കൂടി ഒന്നിച്ച് ഏകീകരിച്ചുകൊണ്ടാണ് സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ മാതൃക എന്നുള്ള നിലക്ക് 78 ഈ സ്ഥലത്ത് വെച്ച് ജാമിയ ഷഹദിയ എന്ന പേരിൽ പ്രവർത്തിച്ചു വരുന്നത്. യതീംഖാനയിൽ ഒരാൺകുട്ടിയെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഉന്നത തലത്തിലുള്ള ഡിഗ്രി കരസ്ഥമാക്കി ഡോക്ടറോ എഞ്ചിനീയറോ അതുപോലുള്ള സ്ഥാനം കരസ്ഥമാക്കിയതിന് ശേഷമേ അദ്ദേഹം പുറത്തു പോകുന്നുള്ളൂ. അതേപോലെ സ്ത്രീകളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പെനാത്ത് പെൺകുട്ടികൾ അവരെ വിവാഹം ചെയ്തുകൊണ്ട് സ്വതന്ത്രമായതിനു ശേഷമേ അവരെ വിടുന്നുള്ളൂ. ഇത് ഒരു മാതൃകയായിരിക്കുന്ന നിലക്ക് സ്ഥാപനങ്ങൾ വളരെ ചുരുക്കമാണ് കേരളത്തിൽ. ആ കൂട്ടത്തിൽ 2 പെൺകുട്ടികളെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും, ഇരുമ്പറിച്ചുകൊണ്ട് രക്ഷയില്ലാത്ത അവസരത്തിൽ ഏറ്റെടുത്ത് ഇന്നവർ 5ഉം 7ഉം ക്ലാസ്സുകളിൽ പഠിച്ചു വരുന്ന കാഴ്ചയും വളരെ ആഹ്ലാദകരമായ കാഴ്ചയാണ്. ഇതിനെല്ലാം പുറമെ ആ അനാഥ കുട്ടികൾ ദിവസേന നടത്തുന്ന ദുആയിൽ പങ്കെടുത്തുകൊണ്ട് ധാരാളം ആൾക്കാർ വന്ന് അവരുടെ ആവശ്യങ്ങൾ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി പോകുന്നു. അതിനും പുറമെ മാസാന്തം ഇവിടെ നടക്കുന്ന ജലാലിയ റാത്തിബ്, ആ റാത്തിബിൻ്റെ സദസ്സിൽ ധാരാളം ആളുകൾ നേർച്ചയായും മറ്റു നിരക്കും വന്ന് ആവശ്യങ്ങൾ പൂർത്തിയാക്കി പോകുന്നു. അങ്ങനെ ആത്മീയമായും വിഷമങ്ങൾ ദൂരീകരിക്കാനുള്ള മാർഗവുമായി ദിക്ർ ഹൽഖ നടക്കുന്നു. ഇതെല്ലാം ഒന്നിച്ച് ഒരേ സ്ഥലത്ത് വെച്ച് നടത്തുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങൾ അധ്യക്ഷനും പ്രസിഡന്റും ബഹുമാനപ്പെട്ട കുമ്പൂൽ അബൂതങ്ങൾ എന്ന ആറ്റക്കോയ തങ്ങൾ സെക്രട്ടറിയുമായ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി ആദ്യം മുതലേ അതേ ബഹുമാനപ്പെട്ട തങ്ങളുടെ അധ്യക്ഷനായും കൊണ്ട് തന്നെ ഇന്നും നടന്നു വരുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന അമലാക്കുകയും സമുദായത്തിന് ലോകത്തിന് ഉപകാരപ്രദമായിരിക്കുന്ന പ്രസ്ഥാനമായി അല്ലാഹു വളർത്തുകയും ചെയ്യുമാറാകട്ടെ. പ്രതീക്ഷാ നിർഭരമായ സമൂഹ മനസ്സിന് സാക്ഷാത്കാരത്തിന്റെ സന്തോഷം നൽകുകയാണ് ഈ സ്ഥാപന സമുച്ചയം. അറിവിന്റെ സവിശേഷ സന്ദേശങ്ങളും ആത്മീയതയുടെ പ്രകാശപൂർണമായ ആശയങ്ങളും ഈ പുണ്യസങ്കേതത്തിൽ ലഭ്യമാണ്. കളിയും ചിരിയുമായി സുഖസന്തോഷ സമൃദ്ധിയിൽ ജീവിതം ആസ്വദിക്കുന്ന ഈ കൗമാരങ്ങൾ അനാഥരാണ്. എന്നാൽ സാദിയുടെ സ്നേഹസാന്ത്വനങ്ങൾ ആവോളം ആസ്വദിക്കുന്ന ഈ കുരുന്നുകൾ അനാഥത്വത്തിന്റെ നൊമ്പരമറിയുന്നില്ല.
നിരാശ്രയത്വത്തിന്റെ നെരിപ്പോടനുഭവിക്കുന്നില്ല. ഇവിടെ ഇവർ സനാഥരാണ്. വിദ്യയുടെ എല്ലാ വാതിലുകളും ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. അനുഭൂതിയുടെ എല്ലാ സാഹചര്യങ്ങളും ഇവിടെ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു. ആത്മീയ നിയന്ത്രണങ്ങളും പാഠ്യേതര പഠന സംവിധാനങ്ങളും ഈ കുരുന്നു മനസ്സുകളെ നന്മയുടെ സഹയാത്രികരാക്കുന്നു. സംതൃപ്തിയുടെ പ്രകാശം പൊഴിയുന്ന ഈ പൂപ്പുഞ്ചിരി നമ്മുടെ കഠിനാധ്വാനത്തിന്റെ ഗുണഫലമാണ്. ഇവർ അരക്ഷിതരല്ല, രക്ഷിതാക്കളായി സാദിയയുണ്ട്. മഹാനായ ഷേഖുന വന്യരായ നേതാവ് MA ഉസ്താദിൻ്റെ കീഴിൽ നടന്നുവരുന്ന ഇന്ത്യയിലെ അത്യുന്നതിക മതഭൗതിക വിദ്യാഭ്യാസ കലാലയമായ ജാമിയ സഅദിയ അറബിയയിലും നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന യതീംഖാനയിലും ജീവിതത്തിന് ആവശ്യമായ മുഴുവൻ സൗകര്യങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലെത്താൻ നമ്മെ ഈ സ്ഥാപനം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം നമ്മുടെ കൂടെ പഠിച്ചുപോയ 6 സഹോദരന്മാർ MBBS പഠിച്ച് പാസ്സാവുകയും അവർ സമൂഹത്തിൽ ഉന്നത സ്ഥാനം പിടിച്ചു പറ്റുകയും ചെയ്തു. മാത്രമല്ല, നമ്മുടെ കൂടെ പഠിച്ചിരുന്ന 8 സഹോദരിമാരെ സ്ഥാപനം അവരുടെ മുഴുവൻ ചെലവേറ്റെടുത്തുകൊണ്ട് അവരെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഭക്ഷണം, താമസം, പഠനം ഇവകൾക്ക് നമുക്ക് ഇവിടെ വേണ്ടതുപോലെ സൗകര്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. സാദിയയുടെ അഭിമാന പ്രതീകങ്ങളാണ് ഈ യുവപണ്ഡിതന്മാർ. മതവിദ്യയുടെ നാനാമാനങ്ങൾ സ്വാംശീകരിച്ച് ജനനന്മയ്ക്ക് പ്രബോധനത്തിനൊരുങ്ങുകയാണ് ഈ പ്രതിഭകൾ. സർവാധരണീയരായ പണ്ഡിത പ്രതിഭകളിൽ നിന്ന് ഇസ്ലാമിക വിജ്ഞാനം നുകരുന്ന ഈ പണ്ഡിതന്മാർ പുതിയ കാലത്തിന്റെ പ്രതീകങ്ങളാണ്. സങ്കീർണതകൾ നിറഞ്ഞ സമകാലിക സമൂഹത്തിന് ക്രിയാത്മക സാരഥ്യമരുളാൻ ഈ യുവനിര സജ്ജീകരിക്കപ്പെടുന്നു. ആധുനിക സമസ്യകൾക്ക് മുമ്പിൽ നെഞ്ചുറപ്പോടെ നിലയുറപ്പിക്കുന്നതിനുള്ള ജ്ഞാനമുദ്രകളാണ് ഈ പാഠ്യ സംരംഭത്തിൽ നിന്ന് ആർജിച്ചെടുക്കുന്നത്. ഇസ്ലാമിക ശരീഅത്തിൽ അവഗാഹം നേടിയവർക്ക് സാദി ബിരുദവും കർമ്മശാസ്ത്രത്തിലും അറബി സാഹിത്യത്തിലും പ്രത്യേകം പഠനം നടത്തിയവർക്ക് അഫ്ദലി ബിരുദവും നൽകുന്ന പാഠ്യ സംവിധാനമാണ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി, ഡൽഹി ഹംദർദ് യൂണിവേഴ്സിറ്റി, അലിഗഡ് യൂണിവേഴ്സിറ്റി, മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് എന്നീ യൂണിവേഴ്സിറ്റികളുമായി അഫിലിയേഷനുള്ള കേരളത്തിലെ അപൂർവ സ്ഥാപനങ്ങളിലൊന്നാണ് സാദിയ ശരീഅത്ത് കോളേജ്. കേരളം, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾക്ക് പുറമെ ഉത്തർപ്രദേശ്, കാശ്മീർ, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വിദ്യയുടെ അമൃത് തേടി മതവിദ്യാർത്ഥികൾ ഇവിടെ എത്തുന്നു. മർഹൂം PA ഉസ്താദ് മെമ്മോറിയൽ ലൈബ്രറി മലബാറിലെ പ്രമുഖ ഗ്രന്ഥാലയങ്ങളിലൊന്നാണ്. അറബി, ഇംഗ്ലീഷ്, ഉറുദു, കന്നഡ, മലയാളം ഭാഷകളിലായി ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുടെ അമൂല്യ ശേഖരം ഈ ലൈബ്രറിയുടെ സവിശേഷതയാണ്.
ചന്ദ്രഗിരി താളമിട്ടൊഴുകിടും ആ മധുര ഗീതി കേട്ടുണരും നാട്ടിൽ ഇന്നിതാ. ധർമ്മപ്രബുദ്ധരായ ഒരു സമൂഹ സൃഷ്ടിക്കാവശ്യമായ മുഴുവൻ സംരംഭങ്ങളും ഇവിടെ സജ്ജമാണ്. ഭാവസാന്ദ്രമായ വാത്സല്യത്തിൻ ഗോപുരം മന്ദമാരുതൻ വിശുദ്ധമാം സയൻസിന്റെയും ടെക്നോളജിയുടെയും തേരിലേറി പുരോഗതിയുടെ പടവുകളിൽ അതിശീഘ്രം കുതിക്കുന്ന ആധുനിക ലോകത്ത് മതഭൗതിക വിദ്യ നേടിയവർക്ക് പ്രബോധന മേഖലയിൽ മുന്നേറാൻ സാധ്യമാവുകയുള്ളൂ എന്ന തിരിച്ചറിവിൽ നിന്നുദ്ഭൂതമായ ദാവ കോളേജുകൾ ഇന്നത്തെ പ്രത്യേകതകളാണ്. +2, ഡിഗ്രി, PG കോഴ്സുകൾ പൂർത്തിയാക്കിയ സാദി പണ്ഡിതരെ വാർത്തെടുക്കുന്ന സാദിയ ദാവ കോളേജിൽ മത താരതമ്യ പഠനം, ആദർശ സംവാദം, ഭാഷാ പഠനം, കമ്പ്യൂട്ടർ കോച്ചിംഗ് തുടങ്ങിയ പുതിയ കാലത്തിനാവശ്യമായതെല്ലാം നൽകുന്നു. വിശുദ്ധ ഖുർആൻ ഹൃദിസ്ഥമാക്കുന്ന ഈ കുരുന്നുകൾ സാദിയയുടെ അലങ്കാരമാണ്. നിരവധി ഹിഫ്ള് മത്സരവേദികളിൽ പ്രാഗൽഭ്യം തെളിയിച്ച നിരവധി ഹാഫിളുകൾ ഇപ്പോൾ കർമ്മരംഗത്തുണ്ട്. نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل من قبل هدى للناس وأنزل. വൈജ്ഞാനിക രംഗത്ത് സമൂഹത്തിന്റെ സമകാലിക സങ്കല്പങ്ങൾക്കൊപ്പമാണ് സ്ഥാപനത്തിന്റെ പ്രയാണം. ജാമിയ സഅദിയെ സംബന്ധിച്ചിടത്തോളം തുച്ഛമായ ഒരു 30-37 കുട്ടികളെ കൊണ്ട് ഒരു സ്വകാര്യ വ്യക്തിയായ ധനാഢ്യനായ കലക്ടർ അബ്ദുൽ ഖാദർ ഹാജി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തുടങ്ങിയ ദർസ് സമസ്തകൾ ജമിയത്തുൽ ഉലമ കാസർഗോഡ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയെ ഏൽപ്പിക്കുകയും അന്നു മുതൽ ഇതുവരെയും വളരെയേറെ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും, അതായത് ഏൽപ്പിച്ചത് മുതൽ തന്നെ ഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങുകയും ആവശ്യമായ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇവിടെ തുടങ്ങുകയും ചെയ്തു. അൽഹംദുലില്ലാഹ് കുറേ സ്ഥാപനങ്ങൾ പൂർത്തിയായി, ഇനിയും കുറേ പൂർത്തിയാകാനുണ്ട്. ഏകദേശം 25-26ഓളം സ്ഥാപനങ്ങൾ. വിശദമായി ഓരോന്ന് ഞാൻ പറയുന്നില്ല. ശരീഅത്ത് കോളേജ്, ഇംഗ്ലീഷ് മീഡിയം കോളേജ്, ആസ്പത്രി, യതീംഖാന, ഗേൾസ് യതീംഖാന, ITIs എന്നടക്കമുള്ള നിരവധി സ്ഥാപനങ്ങൾ, പള്ളികളുമെല്ലാം വളരെ സ്തുത്യാർഹമായ പ്രവർത്തനങ്ങൾ സമുദായത്തിൻ്റെയും നാട്ടിൻ്റെയും മുമ്പിൽ കാഴ്ചവെക്കാൻ സാധിച്ചു. അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇനി ഭാവിയിലും പ്രധാനമായി ഹിഫ്ളുൽ ഖുർആൻ കോളേജ്, അതുപോലെ തന്നെ ദഅവ കോളേജ്, അനാഥാലയമുണ്ടെങ്കിലും അഗതി മന്ദിരം ഇല്ല, അതിൻ്റെയും ഒരു തുടക്കം ഈ 40ാം വാർഷികത്തോടു കൂടി ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായി എഞ്ചിനീയറിംഗ് കോളേജ്, ദഅവ കോളേജ്, ഇതൊക്കെ വളരെയേറെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. അതൊക്കെ ഫീച്ചറിൽ കൊണ്ടുവരണമെന്നും സമൂഹത്തിനും മതഭേദമന്യേ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അർഹമായ നിലക്കുള്ള ഭൗതിക വിദ്യാഭ്യാസങ്ങൾ അവർക്ക് നൽകുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിൻ്റെ അഭാവം നമ്മെ വളരെയേറെ അപകടത്തിലേക്ക് നയിക്കുന്നു. വിശിഷ്യ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിൽ പിന്നോക്ക വിഭാഗം എന്നൊരവസ്ഥ അത് മാറ്റിയെടുക്കാൻ ഒരു പരിധിവരെ സഅദിയയും മറ്റ് സുന്നി സ്ഥാപനങ്ങളും ആ രംഗത്ത് വളരെയേറെ പ്രവർത്തിക്കുന്നുണ്ട്. അള്ളാഹു വിജയിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സ്ഥാപനങ്ങൾ 40 വർഷം കൊണ്ട് ഇത്രയും മഹത്തായ പുരോഗതി കൈവച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മുടെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെയും സ്റ്റാഫിൻ്റെയും സഹായ സഹകരണങ്ങളും പ്രവർത്തനങ്ങളും അവരുടെ നിസ്വാർത്ഥമായ നിഷ്കളങ്കമായ അധ്വാനങ്ങളും അതിൻ്റെ പിന്നിലുണ്ട്. മാത്രവുമല്ല, നാട്ടിലെയും വിശിഷ്യ ഗൾഫ് നാടുകളിലും മറ്റുമുള്ള വിദേശത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളെ അധ്വാനം കൊണ്ടും അവരുടെ
ആ പ്രവർത്തനം കൊണ്ടും ചുരുങ്ങിയ സമയം കൊണ്ട് ജോലി കഴിഞ്ഞാൽ ആ കിട്ടുന്ന ചുരുങ്ങിയ സമയം അവർ നമ്മുടെ സമുദായത്തിൻ്റെയും സംഘടനയുടെയും സ്ഥാപനങ്ങളുടെയും ആവശ്യത്തിന് വേണ്ടി വളരെയേറെ അധ്വാനിച്ചു. അവർ പ്രവർത്തിക്കുകയും സഹകരിക്കുകയും അതിലുപരിയായി വളരെയേറെ സഹകരിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഈ സ്ഥാപനം ഇത്രയും പുരോഗതിയിലേക്ക് എത്തിയത്. അതിലവരോട് വളരെയേറെ നന്ദിയുണ്ട്. അള്ളാഹു അവർക്ക് അതിന് അർഹമായ പ്രതിഫലം ഭൗതിക ലോകത്തും നാളെ പാറത്തരിക ലോകത്തും അള്ളാഹു നൽകുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയും അവരോട് അതിനുള്ള നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം തുടർന്നും സഹകരണങ്ങളും ഉപദേശങ്ങളും ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. സമ്പൽ സമൃദ്ധിയുടെ സുഖ സാഹചര്യങ്ങളിൽ അരുതായ്മകൾക്കൊപ്പം സഞ്ചരിച്ചേക്കാവുന്ന ബാല്യകൗമാരങ്ങൾക്ക് ക്രിയാത്മക ജീവിത പാഠങ്ങൾ പകർന്നു കൊടുക്കുന്ന ബോർഡിംഗ് സംവിധാനം അനേകം വിദ്യാർത്ഥികൾക്ക് നന്മയുടെ സന്തോഷം പകരുകയാണ്. കൃത്യമായ ജീവിത ചിട്ടകളും ധാർമ്മിക ചുറ്റുപാടുകളും ഈ വിദ്യാർത്ഥി മനസ്സുകളെ ആത്മീയ പക്വതയിലേക്ക് ആനയിക്കുകയാണ്. ആധുനികതയുടെ അനിവാര്യതയായി വിലയിരുത്തപ്പെട്ട ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ചൂഷണങ്ങൾക്ക് വിധേയമാകുമ്പോൾ മൂല്യവിചാരങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ സാദിയയുടെ സവിശേഷ സംഭാവനകളിലൊന്നാണ്. മതവിരുദ്ധരുടെയും ആദർശ വൈരികളുടെയും കുൽസിത നീക്കങ്ങൾ പ്രതിരോധിക്കും വിധമാണ് ഇംഗ്ലീഷ് മീഡിയം പഠന സംവിധാനം. CBSE മാനദണ്ഡങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മികച്ച പഠന നിലവാരവും വിജയ ശതമാനവും സന്തോഷകരമാണ്. പൊൻകിരീടം ചൂടി നിൽക്കും സാദിയ, ഇഹ്സാനിൻ രാജഭാവം അണിയുന്നു സാദിയ. കല്ലട്ര എന്നൊരത്ഭുത പ്രതിഭയുണ്ട് ചാരെ, സാദിയ മസ്ജിദിന്റെ ചാരയുറങ്ങുന്നു ചെലെ. കല്ലട്ര എന്നൊരത്ഭുത പ്രതിഭയുണ്ട് ചാരെ, സാദിയ മസ്ജിദിന്റെ ചാരയുറങ്ങുന്നു. സാദിയയുടെ ജീവകാരുണ്യ മേഖലയിലെ തിലകച്ചാർത്താണ് സാദിയ ബനാത്ത് ഓർഫനേജ്. ആരുമില്ലാത്തോർക്ക് തണലാ നിന്ന് സാദിയ. അനാഥരും നിർധനരുമായ ഈ കൗമാരങ്ങൾ സാദിയയുടെ മടിത്തട്ടിൽ സമ്പൂർണ്ണ സുരക്ഷിതരാണ്. ആരുമാരാലംബമില്ലാതെ തെരുവിൽ വീണ പൈതൽ ചാര ചെന്നൊരു ജീവിതം നൽകാൻ തുനിഞ്ഞൊരു പുണ്യ കൈകൾ. ആരുമാരാലംബമില്ലാതെ തെരുവിൽ വീണ പൈതൽ. ഇതിനകം നിരവധി യുവതികൾ ഇവിടെ സുമംഗലികളായി. തുനിഞ്ഞൊരു പുണ്യ കൈകൾ ആ മകൾ സെൽവാനയിൻ. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ BA ഇംഗ്ലീഷ്, BCom, BSc ബയോടെക്നോളജി, BSc കമ്പ്യൂട്ടർ സയൻസ് എന്നീ കോഴ്സുകൾ നൽകുന്നു. വിപുലമായ ലാബ്, വിശാലമായ ലൈബ്രറി എന്നീ സൗകര്യങ്ങളോടെ മികവുറ്റ ധാർമ്മിക ശിക്ഷണത്തിൽ ഉന്നത വിജയം നേടി ഈ സ്ഥാപനം മുന്നേറുന്നു. കലാപകലുഷിതമായ പുതിയ കാലത്തിന്റെ ക്യാമ്പസ് സംസ്കാരത്തിനിടയിൽ സാദിയ സയൻസ് കോളേജ് വേറിട്ട് നിൽക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരമുള്ള NCVT കോഴ്സുകളായ ഡ്രാഫ്റ്റ്മാൻ സിവിൽ, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രീഷ്യൻ എഞ്ചിനീയറിംഗ്,
കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന് കീഴിലുള്ള NCPUL ഡയാക് സൊസൈറ്റിയുടെ അംഗീകാരമുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് മൾട്ടിലിംഗ്വൽ DTP എന്നീ കോഴ്സുകളും നൽകപ്പെടുന്ന സാദിയ ITCയിൽ പ്രഗത്ഭരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നിരവധി വിദ്യാർത്ഥികൾ പ്രായോഗിക പരിശീലനം നേടുന്നു. നിർധനരും നിരാലംബരുമായ കുരുന്നു മക്കൾക്ക് പഠനം, താമസം, ഭക്ഷണം, ചികിത്സ തുടങ്ങി എല്ലാ ചിലവുകളും വഹിച്ച് അവരെ ഭാവിയുടെ വാഗ്ദാനങ്ങളാക്കി മാറ്റാൻ സാദിയ അഗതി മന്ദിരവും ഈ ക്യാമ്പസിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സാദിയ സ്ഥാപന സമുച്ചയങ്ങളിൽ 26ാമത് സ്ഥാപനമായ അഗതി മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം മഹാരാഷ്ട്ര ഫിഷറീസ് വകുപ്പ് മന്ത്രി നിഖിൽ കാശിനാഥ് റാവുത്ത് നിർവഹിക്കുന്നു. മാസം തോറും നടന്നുവരുന്ന ജലാലിയ ദിക്ർ ഹൽക്ക ആത്മീയതയുടെ അനുഭൂതി പകരുന്ന അനുപമവേദിയാണ്. വിശുദ്ധ വ്യക്തിത്വങ്ങളുടെ അനുഗ്രഹീത സാന്നിധ്യവും വിശ്വാസികളുടെ ആവേശകരമായ പങ്കാളിത്തവും ജലാലിയ ദിക്ർ ഹൽക്കയുടെ സവിശേഷതകളാണ്. കുമ്പോൽ സയ്യിദ് KS ആറ്റക്കോയ തങ്ങളുടെ നിയന്ത്രണവും സയ്യിദ് ജാഫർ സാദിഖ് തങ്ങളുടെ നേതൃത്വവും ജലാലിയ ദിക്ർ ഹൽക്കക്ക് ആത്മീയ ധന്യത പകരുന്നു. محتدل للبقاء مهما تخلى صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى لا إله إلا الله 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 حق حق تو 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 حق. വേദന തുളുമ്പുന്ന വിശ്വാസി മനസ്സുകൾക്ക് ഈ പ്രാർത്ഥനാ മുഹൂർത്തം സമാശ്വാസത്തിന്റെ സുഖാനുഭൂതികൾ സമ്മാനിക്കുന്നതാണ്. ഈ മജ്‌ലിസിൻ്റെ ബഹുമാനം കൊണ്ട് രാജ്യത്ത് കിടക്കുന്ന എല്ലാ ഔലിയാക്കന്മാരുടെ ബർക്കത്ത് കൊണ്ടും ഞങ്ങളെല്ലാ ഓരോരുത്തരുടെയും ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. റബ്ബേ ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനും. ഞങ്ങൾ ഇസ്സത്ത് നീ കാക്കണം റഹ്മാനെ. ഇസ്സത്തോടുകൂടി ജയിപ്പിക്കണം റഹ്മാനെ. ഇസ്സത്തില്ലാ നിലക്ക് ജയിപ്പിക്കണം റഹ്മാനെ. ആനായ റബ്ബേ എത്രയോ ക്യാൻസർ മാരകമായ രോഗങ്ങൾ തന്ന് ഞങ്ങൾ ദുന്യാവിൽ നീ ശിക്ഷിക്കല്ല റഹ്മാനെ. കാസർഗോഡിന്റെ ഭരണസിരാകേന്ദ്രമായ വിദ്യാനഗറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന സാദിയ സെന്റർ സമീപത്തെ സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും നന്മയുടെ വെളിച്ചം പകരുന്ന സാദിയ സെന്ററും ഇവിടെ പ്രവർത്തിക്കുന്നു. നിർമ്മാണം പൂർത്തിയായ സാദിയ സെന്ററിന്റെ 1ാം ബ്ലോക്കിന്റെ ഉദ്ഘാടന ചടങ്ങ് അബുദാബിയിലെ ഷെയ്ഖ് അബ്ദുള്ള ഫദൽ അൽ ഹമാദി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. لنهجر يا لجناني
ആതുര സേവനത്തിന്റെ മാതൃകാ ദൗത്യമാണ് സഅദിയ ഹോസ്പിറ്റൽ. രോഗവും രോഗികളും ചൂഷണ വിധേയരാവുന്ന വർത്തമാനകാലത്ത് തീർത്തും സേവന മനോഭാവത്തോടെയാണ് ഈ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം. ചെമ്മനാട് പഞ്ചായത്തിലെയും പരിസരത്തെയും ആയിരക്കണക്കിന് രോഗികൾ ഇവിടെ ചികിത്സ തേടിയെത്തുന്നു. മംഗലാപുരം ഏനപ്പോയ മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ നിസ്വാർത്ഥ സേവനമാണ് സഅദിയ ഹോസ്പിറ്റലിന്റെ വിജയം. ഈ മഹാസൗധങ്ങൾ കേവലം കോൺക്രീറ്റ് കൊട്ടാരങ്ങളല്ല. ഈ വിദ്യാർത്ഥി സാഗരം കേവലം അർത്ഥബോധമില്ലാത്ത ആൾക്കൂട്ടമല്ല. ചരിത്രത്തിന് ആദർശാധിഷ്ഠിത ദിശാബോധം പകരുന്ന മഹത് ദൗത്യത്തിന്റെ തടിപ്പാർന്ന മാതൃകകളാണിത്. സയ്യിദുമാരും പണ്ഡിതന്മാരും ഉദാരമതികളായ ഉമറാക്കളും അടങ്ങുന്ന കരുത്തുറ്റ നേതൃത്വത്തിന്റെ തണലിൽ സ്ഥാപനങ്ങളുടെ മാതാവായി മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ വിളംബരത്തിന്റെ പ്രാരംഭ മാതൃകയായി സഅദിയ ധർമ്മഭൂവിൽ പടയോട്ടം തുടരുന്നു. കർമ്മപദത്തിൽ 40 വർഷം പിന്നിട്ട സഅദിയ വിശാലമായ 50 ഏക്കർ സ്ഥലത്ത് 500ഓളം ജീവനക്കാരും 5000ഓളം വിദ്യാർത്ഥികളും അടങ്ങുന്ന 25 സ്ഥാപനങ്ങളുടെ സമുച്ചയമായി പരിണമിച്ചത് അത്ഭുതകരമാണ്. മഹിതമായ സാംസ്കാരിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് അറിവിന്റെ നെയ്ത്തിരി കൊളുത്തി സമൂഹത്തെ വെളിച്ചത്തിലേക്ക് നയിച്ച ഉമ്മുൽ മആഹിദ് 4 പതിറ്റാണ്ടിന്റെ കർമ്മ ചൈതന്യവുമായി ജ്ഞാന സേവനത്തിന്റെ അനാഥ അഗതി സംരക്ഷണത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ നിറപുണ്യവുമായി ജാമിഅ സഅദിയ അറബിയ 40ാം വാർഷികം ആഘോഷിച്ചു. സ്നേഹദീപം കരുണയാൽ തിരിയിട്ടു സഅദിയ, ആരുമില്ലാത്തോർക്ക് തണലാ നിന്ന് സഅദിയ, പുണ്യ സഅദിയ. ഇന്നനാഥ പെൺകിടാങ്ങള് പോറ്റിടും ശയ്യ, നിസ്തുലം നീ. ഖിയാമത്തിന്റെ അടുത്ത കാലാകുമ്പോഴേക്കും വളരെയധികം വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും, ദീനിന് ബുദ്ധിമുട്ടുണ്ടാവും, വലിയ കച്ചവടം ഉണ്ടാവും. അപ്പ അല്ല ഖുർആനിൽ എന്ത് പറഞ്ഞ്, യംഹഖുല്ലാഹു റിബാ യുർബി സദഖാത്ത്, പലിശനെ അള്ളാഹു മായ്ച്ച് തേച്ച് മായ്ച്ച് കളയും, സദഖാത്തിനെ അള്ളാഹു വളർത്തും. പുലർന്നില്ലേ, കോടാനകോടി വലിയ വലിയ കോടാനകോടി പൈസല്ലേ ബാങ്കുകളൊക്കെ അടച്ചു പൂട്ടിയല്ലോ. ഏറ്റവും കൂടുതൽ പൂട്ടിയത് അമേരിക്കയിലല്ലേ. എങ്ങനെയാണ് മായ്ക്കലെന്ന് നമുക്ക് കഴിഞ്ഞില്ല. നേരെ മറിച്ചോ ധർമ്മത്തിന് അല്ലാഹു ഉയർത്തി. ഇതൊക്കെ നമ്മളെ ഖുർആനിൽ തന്നെ പറഞ്ഞതല്ലേ. സഅദിയയുടെ അമരത്ത് 40 വർഷം താണ്ടുന്ന താജുൽ ഉലമക്ക് സഅദിയ സെൻട്രൽ കമ്മിറ്റിയുടെ ആദരം. സയ്യിദ് അലി ബാഫക്കി തങ്ങൾ ഷാൾ അണിയിക്കുന്നു. സയ്യിദ് ഫദൽ ജിഫ്രി തങ്ങൾ ഫലകം സമ്മാനിക്കുന്നു. നൂറുൽ ഉലമ എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉപഹാരം സമ്മാനിക്കുന്നു. ദീനീ സേവനത്തിന്റെ മഹിത മാതൃക കാട്ടി സമൂഹത്തിന്റെ വിജ്ഞാന പുരോഗതിക്കായി കഠിനാധ്വാനം ചെയ്ത നൂറുൽ ഉലമക്ക് കോഴിക്കോട് അൽ ഇർഫാദ് പബ്ലിക്കേഷൻസിന്റെ ആദരം. സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഹാരി ഷാൾ അണിയിക്കുന്നു. താജുൽ ഉലമ ഫലകം സമ്മാനിക്കുന്നു. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ ഉപഹാരം സമർപ്പിക്കുന്നു. സനദ് ദാന ചടങ്ങ്. രാഷ്ട്രം നന്നാവണോ
രാഷ്ട്രം നന്നാവണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഗവൺമെൻറ്റുകൾ പ്രവർത്തിക്കുന്നതെങ്കിൽ മനുഷ്യൻ നന്നാവണം. എങ്കിൽ ഭീകരത ഉണ്ടാവില്ല, വർഗീയത ഉണ്ടാവില്ല. മനുഷ്യൻ നന്നാനുള്ള മാർഗ്ഗം ഇത്. അത് കണ്ടുപിടിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. മനുഷ്യൻ നന്നാവണമെങ്കിൽ 2 നിലക്കുള്ള വിദ്യാഭ്യാസവും കരസ്ഥമാക്കിയിട്ട് സംസ്കാര സമ്പന്നരായിരിക്കുന്ന സമുദായം വളർന്നാലേ മനുഷ്യൻ നന്നാവുള്ളൂ. അതിനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റുകളെ അതിനെ സഹായിക്കണം. അവിടെ 2 കണ്ണോട് നോക്കിയിട്ട് അവിടെ പറ്റൂല, ഇത് പറ്റൂല, അനുവന ഇത് പറയുന്ന ഏർപ്പാട് നിർത്തണമെന്ന് മാത്രം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയും കൊണ്ട് ഞാൻ നിർത്തുന്നു. ഇവിടെ പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ സീറ്റ് വേണം, അസംബ്ലിയിലേക്ക് മത്സരിക്കാൻ സീറ്റ് വേണം, PSCയിൽ അംഗം വേണം. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ വലിയ വലിയ കമ്മിറ്റികളും സംഘടനകളും ഇവിടെയുണ്ട്. ഇവിടെയെല്ലാം പിന്നോക്ക സമുദായത്തിന് നിശ്ചയിച്ചിട്ടുള്ള സ്ഥാനം കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരണം. പുരോഗതിയുടെ പാതയിൽ ഇനിയും ഒരുപാട് മുന്നേറാനുണ്ട് സാദിയക്ക്. നിസ്വാർത്ഥരും ഉദാരമതികളുമായ സമുദായ സ്നേഹികളുടെ അകമഴിഞ്ഞ സഹകരണം സാദിയ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കാരുണ്യഹസ്തങ്ങൾ സാദിയയിലേക്ക് നീളട്ടെ. നാഥ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണമേ. ജാമിയ സാദിയ അറബിയ ദുബായ് കമ്മിറ്റി, ദുബായ് നഗരഹൃദയത്തിൽ സുന്നി ആസ്ഥാനം, ഇസ്ലാമിക ദാവാരംഗത്ത് സ്തുത്യർഹമായ 2.5 പതിറ്റാണ്ടിലേറെക്കാലത്തെ പ്രവർത്തന പാരമ്പര്യം, പരിചയസമ്പന്നരായ പണ്ഡിത നേതൃത്വത്തിൽ ശ്ലാഘനീയ രൂപത്തിൽ പരിശുദ്ധ ഹജ്ജ് ഉംറ സർവീസുകൾ, ആദർശ വിശ്വാസ കർമ്മസരണികളിൽ പ്രഗത്ഭ സുന്നി പണ്ഡിതരുടെ പ്രഭാഷണ VCD ആൻഡ് DVD-കളുടെ വൻ ശേഖരം, വായനാപ്രേമികൾക്ക് നിരവധി ഗ്രന്ഥങ്ങളുടെ അമൂല്യ ശേഖരമുള്ള ലൈബ്രറി, ആത്മീയ നിർവൃതിയുടെ അനുഗ്രഹീത വേദികൾ, പ്രഗത്ഭരുടെ പഠന ക്ലാസുകൾ. ബന്ധപ്പെടുക ദുബായ് സാദിയ, ഓപ്പോസിറ്റ് നായിഫ് പോലീസ് സ്റ്റേഷൻ, ബിഹൈൻഡ് കാർ പാർക്കിംഗ് ബിൽഡിംഗ്, സർവാനി ബിൽഡിംഗ്, ഫസ്റ്റ് ഫ്ലോർ, റൂം നമ്പർ 115. ഫോൺ 042719253, 055 275 4354.